ചിത്രേ, പലരും തനിക്ക് നേരെ അനുഭവപ്പെട്ട അബ്യൂസുകളെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് വസ്ത്രങ്ങളെ വിലയിരുത്തുന്നത് ഒരു പ്രധാന വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതേപോലെ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. ഞാൻ ഈ അടുത്ത് ഇടയ്ക്ക് ചിത്രയും കണ്ടിട്ടുണ്ടായ ഒരു റീല്, അതിൻ്റെ അകത്തുള്ള ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ഒരു പെൺകുട്ടിയെ നോക്കി സ്വയംഭോഗം ചെയ്യുന്നൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു. അതിനകത്തിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ ഇട്ടിരിക്കുന്നത് ഹിജാബാണ്, പർദ്ദയാണ് ഇട്ടിരിക്കുന്നത്, എന്നിട്ടാണ് ഇദ്ദേഹം എന്നെ നോക്കിയിട്ട് ഇത് ചെയ്യുന്നതെന്ന്. അത് കണ്ടിരുന്നു. ഞാനത് കണ്ടപ്പോഴേക്കും എനിക്ക് ആ പെൺകുട്ടീനെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ആ കുട്ടി പറയുന്നത് ഭയങ്കര ജെനുവിനായിട്ടാണെന്ന് നമുക്ക് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ആ കുട്ടിയുടെ അവസ്ഥ, ആ കുട്ടി വളരെ കൃത്യതയോടുകൂടി അവർ സംസാരിച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്കൊന്നും പറയാനില്ല. അതായത് തിരിച്ചൊന്നും മറുപടി ഒന്നും പറയാനില്ലാത്ത വിധം ബ്ലോക്ക് ചെയ്തു ആൾക്കാരെ. ഇനി ആരും ഇത് ഡിലീറ്റ് ചെയ്യാനായിട്ട് വരണ്ട, ഞാൻ ഡിലീറ്റ് ചെയ്യില്ല എന്ന് തന്നെ പറഞ്ഞു. എനിക്ക് അതിനകത്ത് താഴെ കമന്റ് ഇടാനായിട്ട് തോന്നിയത് എന്താന്ന്, നീ ഡിലീറ്റ് ചെയ്യേണ്ട മോളെ എന്ന് പറയാനാ തോന്നിയത്. അത് നമുക്ക് അങ്ങനെ തോന്നിക്കുന്ന രീതിയിലാണ് ആ കുട്ടി അവിടെ ആ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്തത്. മുൻകാലങ്ങളിൽ ഇത്തരം അബ്യൂസുകളെ പറ്റി പറയുന്ന സമയത്ത് ഇത് ആരുടെയെങ്കിലും അച്ഛനായിരിക്കാം, ഇത് അമ്മയായിരിക്കാം, മോളായിരിക്കാം, അപ്പൂപ്പനായിരിക്കാം, അവരുടെ കുടുംബം കാണുമ്പോ എന്തായിരിക്കും. അത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ സ്റ്റാർസ് വരെ പറഞ്ഞു കേട്ടിട്ടൊരു കാര്യമാണ്, അവർക്കൊരു കുടുംബം ഉണ്ട് എന്നുള്ളത്. അത് ഇപ്പൊ നമ്മളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇവർക്കൊക്കെ കുടുംബം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ള തന്തയില്ലായ്മ ചെയ്യരുത് എന്ന് വേണം പറയാൻ വേണ്ടിട്ട്. അല്ല, തീർച്ചയായും. അതിൻ്റെയോടൊപ്പം ഞാൻ മറ്റൊരു കമന്റ് കണ്ടു ചിത്ര, ഇതിനകത്തിൽ 80% ഉറപ്പാണ് ഇവൾ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അത്ര കമന്റും ഉണ്ട്. പിന്നീട് ഒരു കമന്റ് ഞാൻ കാണുന്നത്, പുള്ളി അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നല്ലേ ഇത് ചെയ്യുന്നത്, നിന്നെ നോക്കിയാ ചെയ്യുന്നതിന് എന്താണ് ഇത്ര ഉറപ്പെന്ന്. ആ വീഡിയോയ്ക്കകത്ത് കൃത്യമായി ഈ കൊച്ചിനെ നോക്കിയിട്ട് പുള്ളി ഇത് ചെയ്യുന്നത് കാണാൻ പറ്റും. എന്നിട്ടാണ് ഈ കമന്റ് ചോദിച്ചിരിക്കുന്നത്, അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലല്ലേ ഇരിക്കുന്നത്, അടുത്തിരുന്നല്ലോ ചെയ്യുന്നത്. എവിടെ ഇരുന്നാലും ഇങ്ങനത്തെ ആൾക്കാർക്ക്, ഇങ്ങനത്തെ ഞരമ്പ് രോഗികൾക്ക് എങ്ങനെയാണോ ഫീലിങ്സ് തോന്നണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സെയിം കാര്യം തന്നെ ഞാൻ നേരത്തെ ഒരു ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇത് സെയിം സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതെന്റെ പാട്ട് സാറിന്റെ അടുത്ത് നിന്നാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത്. പക്ഷെ ഈ കുട്ടി അത് പറയാനുള്ളൊരു ഇതെങ്കിലും കാണിച്ചു. അന്ന് എനിക്ക് പ്രായം കുറവാ, ഒരു +1 പഠിക്കുന്ന ഒരു സമയം. അപ്പൊ ആ സമയത്ത് എന്റെ തൊട്ട് അപ്പുറത്ത്, അതായത് ഇങ്ങനെ ഞാൻ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള സ്റ്റക്കായി പോകും. അന്ന് ഈ ഒരു വിധം നമ്മൾ പെട്ടെന്ന് ഒരു ആണിന്റെ ഒരു പ്രൈവറ്റ് പാർട്ട് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്നും ആ ഒരു സാധനം മാറിയിട്ടില്ല. ആ ഒരു ട്രോമ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് തുറന്നു പറയാനായിട്ട് പറ്റിയെന്ന് വരില്ല. എനിക്കൊക്കെ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ പുറത്തു പറയാനായിട്ട് മടിച്ചിട്ടുണ്ട്. കാരണം ഒരാളും വിശ്വസിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല. മാത്രമല്ല പാട്ട് സാറിന്റെ അടുത്തു നിന്നാണ്. അപ്പൊ എന്റെ അച്ഛനും അമ്മയും ഇനി ഒരു പാട്ട് ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ വിടാനായിട്ട് മടിക്കുന്നുള്ളൊരു പേടി കൊണ്ടിട്ടാണ് ഞാൻ അന്ന് പറയാതിരുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അല്ലെങ്കിൽ തെളിവ് ചോദിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അദ്ദേഹം വന്ന് പറയുകയാണ്, അല്ല അവൾ വെറുതെ പറയുന്നതാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെ പറഞ്ഞ് നമുക്ക് നിൽക്കാനുള്ള ഒരു സാഹചര്യം കൂടി നിലവിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇത്തരം വീഡിയോസ് നമുക്കിത് സേവ് ചെയ്ത് നമ്മൾ ആ ഒരു തെളിവോട് കാണിച്ചാൽ മാത്രമേ സമൂഹം അംഗീകരിക്കുള്ളൂ. പക്ഷെ തെളിവാണ് വേണ്ടത്. ഇപ്പൊ തെളിവ് എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ തെളിവ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്താൽ അത് റീച്ചിന് വേണ്ടിയിട്ടായിട്ടുണ്ട്. പിന്നീടുള്ളൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് മൗന സമ്മതം കൊടുക്കുകയാണ്. ചെയ്തോളൂ, എന്ത് പ്രവൃത്തിയാണോ നിങ്ങൾ ചെയ്യുന്നത് അതിനുള്ള മൗനസമ്മതമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ എടുക്കുന്നതിലൂടെ. ഇത് സപ്പോസ് ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ഒരു ഗ്യാപ്പിലാണ് ഇരുന്ന് ആ വീഡിയോ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മൗനസമ്മതം കൊടുത്തതാണ് എന്നുള്ളത് താഴെ വന്ന് കമന്റ് ചെയ്തേനെ. അതിൽ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, കണ്ടാസ്വദിക്കുകയാണെന്ന് വരെ പറഞ്ഞിരിക്കും. ഇത് അപ്പുറത്തെ പ്ലാറ്റ്ഫോം ആയതുകൊണ്ടും അവര് പർദ്ദ ഇട്ടത് കൊണ്ടും മാത്രമാണ് ഇങ്ങനെയുള്ള സദാചാരക്കാര് അവരെ പിടികൂടാതെ വിട്ടത്. വളരെ ചെറിയ ചെറിയ കൃമികൾ അതിനകത്ത് വന്നിട്ട് എന്തൊക്കെയോ കാണിച്ച് കുരയ്ക്കുന്നുണ്ടാവും, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതിന്റെ പേരിലാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ അതിന് എന്താ പറയാ, റീച്ചിന് വേണ്ടിയാണെന്ന് പറഞ്ഞേനെ. നിങ്ങൾക്കും ആങ്ങളെയും അച്ഛന്മാരും ഇല്ലേ, എന്നാൽ അച്ഛനും ആങ്ങളമാരും ഇല്ലേ എന്ന് ചോദിച്ചേനെ. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇടുന്നയോ അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഇടുന്നോ ആളായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ബിക്കിനിയിട്ട് ഒരു ഫോട്ടോയൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടിട്ടുള്ള ഒരാള് ഇത്തരത്തിൽ താൻ കണ്ടല്ലെങ്കിൽ തനിക്ക് നേരെ ഇങ്ങനെ ഒരാൾ അബ്യൂസ് ചെയ്ത് വീഡിയോ എടുത്തിട്ടിരുന്നെങ്കിൽ അപ്പോഴേ പറഞ്ഞ, നീ ഇങ്ങനെയൊക്കെ നടക്കുന്ന ആളല്ലേ, പിന്നെ എങ്ങനെ തോന്നാതിരിക്കും, നിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും, നിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ പറയുന്ന മനുഷ്യന് 10-60 വയസ്സുള്ള ആളായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന് കാണിക്കുന്നത്. അയാൾ ഇവളുടെ ഇൻസ്റ്റഗ്രാം പോയി കണ്ടിട്ടാണ്
ഇങ്ങനെ അവരോട് ഫീലിങ്സ് തോന്നിയിരുന്നു ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന കുറെ അധികം ഒരു എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾക്ക് 2 വാദങ്ങൾ ഉണ്ടെന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ. അതിനകത്തിൽ ഇങ്ങനെ ഇരുന്ന് ചിലർ വേണമെങ്കിൽ പറയും, ഈമാനില്ലാത്ത കുട്ടി, ഇത്ര നല്ല കുട്ടി, ഇത് കണ്ടിട്ട് ആ വഴിക്ക് പോകണം, നമ്മളത് നോക്കാൻ പാടില്ല, അല്ലെങ്കിൽ 2 സെക്കൻഡിൽ കൂടുതൽ നോക്കാതെ അവിടെ നിന്ന് ആ കുട്ടിക്ക് മാറിപ്പോകാമായിരുന്നു, ഇങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട്. മേ ബി ഇത് ഇങ്ങനെ ഒരു അത്രയും ബോൾഡ് ആയതുകൊണ്ടായിരിക്കാം സോഷ്യൽ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് തനിക്കുണ്ടായ അനുഭവം തുറന്നു പറഞ്ഞത്. വീട്ടിലെങ്ങാണ് ഇത് പോയി ഷെയർ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ വേണ്ടേ നമ്മളെ സൂക്ഷിക്കാൻ, ഇത്തരം സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് മാറിപ്പോവുക, നമുക്ക് അവരെ തിരുത്താനൊന്നും പറ്റത്തില്ല, അവർ അങ്ങനെയാണ്, അപ്പൊ നമ്മൾ കണ്ടിട്ട് അത് മാറിപ്പോവുക, ഇതായിരിക്കും പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ എന്റെ കുട്ടി ഒറ്റയ്ക്ക് പോകണ്ട. അങ്ങനെ തന്നെ എല്ലാരും പറയുള്ളൂ. നമ്മള് കഴിവതും നമ്മൾ ഇങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് എല്ലാവരിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ കഴിവതും നമ്മൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ, നമുക്ക് ആരെയും നന്നാക്കാനൊന്നും പറ്റില്ല. നമ്മൾ വിചാരിക്കും നമുക്ക് ഇവരൊക്കെ നന്നാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ ചിലപ്പോൾ അത് കേട്ട് ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ കേട്ടിട്ട് നന്നായാലോ എന്നുള്ളത്. ഇങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ജന്മനാ അവരങ്ങനെ തന്നെയായിരിക്കും. ഇങ്ങനത്തെ വൈകൃതങ്ങൾ ഉള്ളിലുള്ള ആൾക്കാരായിരിക്കും. അവരെയൊക്കെ എന്തിന്റെ ബേസിൽ അങ്ങനെയുള്ള വൈകൃതങ്ങൾ ഉള്ളിൽ വെച്ചിട്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഒരാളുടെ വ്യക്തികളുടെ ഫേസ് എക്സ്പോസ് ചെയ്യുന്നത് പിള്ളേർ ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോ ഇതിലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വഭാവമേ കാണിക്കാത്തൊരു സിറ്റുവേഷനിലായിരിക്കും അവർ ജീവിക്കുന്ന ആ സ്ഥലത്ത് അവർ കാണുന്നത്. അങ്ങനെ ഒരാളെ സംബന്ധിച്ച് ഇവരെന്തെങ്കിലും ക്രൈം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അറിയാൻ പറ്റില്ല. എത്രയോ ആൾക്കാരെ ഇപ്പൊ ആ ഒരു ഇങ്ങനെ ഒരു സാഹചര്യമാണ്, ഇയാൾക്ക് ഒരു വിധത്തിലും അങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പുള്ളി അവിടെ നിന്ന് സ്വയംഭോഗം ചെയ്യുന്നു. പക്ഷെ ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും കുട്ടികളെ കിട്ടിയാൽ പോലും ഇവരുടെ ഈ ലൈംഗികത തീർക്കുമെന്നുള്ളത് ഒരു ഉറപ്പായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കണം. ഇപ്പൊ ഇങ്ങനെ ഈ ഒരാളെ കണ്ടു, ഈ ആളെ ചിത്രം ഇനി എവിടെ വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ ഇയാളെ കാണുമെങ്കിൽ ഓക്കെ, ഇയാൾക്ക് ഇങ്ങനെ ഒരു ലൈംഗിക വൈകൃതം ഉള്ളതാണ്, അപ്പൊ നമുക്ക് നമ്മളെ സേഫ് ആക്കാൻ പറ്റും. നമുക്ക് ഓക്കെ, ഞാൻ ചിലപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സേഫ് ആയിരിക്കില്ല, ഞാൻ ഇയാള് നിൽക്കുന്ന സ്ഥലത്തൊന്ന് മാറിപ്പോവാം. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഫേസുകൾ എക്സ്പോസ് ചെയ്യുന്നത്. ഇപ്പോ മസ്തനിയെ സംബന്ധിച്ച്, മസ്തനി അന്ന് തനിക്കുണ്ടായ ഒരു അനുഭവം പുറത്ത് കാണിച്ചു. അന്ന് ആ ആളെ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഇനി അയാളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അയാളെ ഒറ്റപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ അയാളുടെ എൻവയോൺമെന്റിൽ നിന്ന് ഓടിപ്പോണമെന്നൊന്നും അല്ല. പക്ഷെ ഇയാൾ ഇങ്ങനെ ഒരു ചെയ്യുന്ന സ്വഭാവക്കാരനാണ്, അതുകൊണ്ട് നമുക്കത് എക്സ്പെക്ട് ചെയ്യാം. ഇത് അവരുടെ ഫാമിലിയോടും കൂടി നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യം കേട്ടോ. അതായത് ആ മനുഷ്യന്റെ ഫാമിലിയോട് ചെയ്യുന്ന വലിയൊരു നല്ല കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ അയാളുടെ ആ ഫാമിലിയിലുള്ള മക്കളെ നമ്മൾ സുരക്ഷിതരാക്കി. അതായത് ഇയാൾ ഇങ്ങനെ ഉള്ളൊരു ആളാണ്, ഇയാൾക്ക് ഇങ്ങനെ ഒരു വൈകൃതമുണ്ട്, സോ ഇവരുടെ അടുത്തുനിന്ന് കുറച്ചരകലം പാലിച്ച് നിന്ന് കഴിഞ്ഞാൽ മാനം നഷ്ടപ്പെടാതെ രക്ഷപ്പെടാം എന്നുള്ളത് മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണ്. പിന്നെ അവർക്കൊരു ഭാര്യ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭാര്യനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം നാളെ വേറെ ആരെങ്കിലും ഇതുപോലെ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ആ ഭാര്യ വിഷമിക്കാതിരിക്കാൻ, തൻ്റെ മകൻ ഇങ്ങനത്തെ ഒരു വൈകൃത ഉള്ളൊരു മനുഷ്യനാണ്, ഇങ്ങനെ പെൺകുട്ടികളെ ഇങ്ങനെ കാണുന്ന ഒരു മനുഷ്യനാണെന്നുള്ളത് ആ അമ്മയ്ക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ, ആ അച്ഛന് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ, അവരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ. ചിലപ്പോൾ ഒരു പെങ്ങളുള്ള ഒരു മനുഷ്യനായിരിക്കാം, ആ പെങ്ങൾക്ക് തൻ്റെ ആങ്ങളെ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കാനായിട്ട് ആ വീഡിയോ സഹായിച്ചു എന്ന് വേണം പറയാൻ. പക്ഷെ അങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് ഒരു പ്രശ്നമായിട്ടാണ് കാണുന്നത്. കാരണം അതൊരു പ്രശ്നമല്ല, ഇത് ഒരു പ്രശ്നമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കാണ് പ്രശ്നം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ വീഡിയോ പോകുന്നത് കൊണ്ട് ആർക്കും ഒരു കുഴപ്പവും വരാൻ പോണില്ല. നാണക്കേട് ഉണ്ടാവും, ഫാമിലിക്ക് നാണക്കേട് ഉണ്ടാവും. അതെന്തുകൊണ്ടാണ് ആ ഫാമിലിക്ക് നാണക്കേട് ഉണ്ടാകുന്നത്? ഇങ്ങനെയുള്ളൊരു മനുഷ്യന് ആ ഫാമിലിയിൽ ഉണ്ടായി പോയത് ഭർത്താവാണല്ലോ, അല്ലെങ്കിൽ അത് സഹിച്ചേ പറ്റുള്ളൂ. അതനുസരിച്ചാണ് അവർക്ക് ആ ഒരു വേദന ഉണ്ടാവുന്നത്. പക്ഷെ എന്തായാലും ഇത്തരം സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്ന പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ശരി, നിങ്ങൾ ധൈര്യപൂർവ്വം അതിനോട് നേരിടുക. നിങ്ങളുടെ ആവശ്യം ജെനുവിനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ ഇന്റൻഷൻ പ്യുവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഷെയർ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർ പലതും പറഞ്ഞു വരും. അത് ആൾക്കാർ അറിയണം എന്ന് തന്നെ പറയുള്ളൂ. കാരണം ഇവരെ പോലീസൊക്കെ പിടിച്ച് അവിടെ കൊണ്ടിട്ട് അവരെ ശിക്ഷിച്ചൊക്കെ വന്നു കഴിഞ്ഞിട്ടും ഇവർക്ക് ഇത് മാറും എന്നുള്ളത് നിങ്ങൾക്ക് സ്വയംഭോഗം ചെയ്തതിനൊക്കെ ചെയ്യുന്നത് തെറ്റാണ്. ഇതിന് എത്ര കാലം ശിക്ഷ കിട്ടും? ഒരാളെ നോക്കി ഒരു അബ്യൂസ് ആണ്. കാരണം നമ്മളുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് നമ്മളെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്നത് തൊട്ടാണ് ഈ നിയമത്തില് കൂടുതൽ ശിക്ഷ കിട്ടാൻ പോകുന്നത്. ഇയാള് ചെയ്തിട്ടുള്ള ഈ പ്രവൃത്തിക്ക് മിനിമം 1 വർഷമൊക്കെ ഒരു തടവ് കിട്ടാൻ പോകുന്നുള്ളൂ.
1 വർഷം കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ഇവിടെ തന്നെ വരിക തന്നെ ചെയ്യും. ഇതിനകത്ത് ജയിലിൽ പോകുന്ന ഇത്ര ആൾക്കാർക്ക് ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ കുട്ടികളെ റേപ്പ് ചെയ്ത് അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങളിൽ വരുന്ന തടവ് പുള്ളികൾക്ക് അവിടെ തന്നെ പ്രത്യേകപരമായിട്ട് ഒരു പാറ്റേൺ ഓഫ് രീതിയാണ്. കാരണം അവിടെ തന്നെ ഇടി കൊടുക്കുന്ന രീതി, അല്ലെങ്കിൽ അവരെ ചട്ടം പഠിപ്പിക്കുന്ന രീതി, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ജയിലിന്റെ അകത്ത്. നമുക്കറിയില്ല അതിന്റെ സത്യാവസ്ഥ. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. 1 വർഷം 3 നേരം ഫുഡും കൊടുത്ത്, ഇപ്പോഴാണെങ്കിൽ പൈസ കൂലിയും കൂടുതലാണ്, കൂലിയും കൂടുതൽ കിട്ടി. ആ 1 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും അത്രയും നാൾ ഇയാൾ പണി ചെയ്ത പൈസയുമായിട്ട് ഇയാൾക്ക് ഇതേപോലെ സ്ഥലങ്ങളിലേക്ക് എത്താൻ പറ്റും. ചിലപ്പോ കുറച്ചുകൂടി നന്നാവും, എന്താ ആരോഗ്യമൊക്കെ വെക്കും. കാരണം ഇവിടത്തെ പോലെ അലഞ്ഞിരിഞ്ഞ് നടക്കണ്ടല്ലോ, സേഫ് അല്ലേ അവിടെ, പിന്നെ എന്ത് നോക്കാന്.